അയ്യോ ഇത് എന്ത് പറ്റിയതാ? അങ്ങ് ക്ഷീണിച്ച് വല്ലാതായി പോയല്ലോ. അയ്യടാ കവിളൊക്കെ അങ്ങ് ഒട്ടിപ്പോയി. എന്ത് പറ്റി? ഇത്ര ഡയറ്റിംഗ് ഒന്നും വേണ്ട കേട്ടോ. ഞാൻ ഡയറ്റിലാണെന്ന് ഇവര് തന്നെ അങ്ങ് തീരുമാനിച്ചു. അതിനൊരു സൊല്യൂഷനും തന്നു. അങ്ങ് ക്ഷീണിച്ച കോലം കിട്ടും. ജിമ്മും എക്സസൈസും ഒക്കെ അങ്ങ് കുറയ്ക്കും. പിന്നെ എന്നെ എല്ലാ ദിവസവും ജിമ്മിൽ ഡ്രോപ്പ് ചെയ്യുന്നത് ഇവരല്ലേ? ഇത് എന്തൊക്കെയാണ്? ഇവിടെ കുറെ സ്നാക്കിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് പറഞ്ഞപ്പോഴാ, എടാ നീ വല്ലാതെ അങ്ങ് തടിച്ചു കേട്ടോ. ഈ ഇടയാ ഞാൻ ശ്രദ്ധിക്കണേ. ഫുഡ് അടിയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും. എന്റെ കാശ്, എന്റെ ശരീരം, എന്റെ ഇഷ്ടം. അതിന് ഇവർക്കെന്താ? ദ തിങ് ഈസ്, ഫസ്റ്റ് ഓഫ് ഓൾ, ഒരാൾ തടിച്ചിരിക്കുന്നതും മെലിഞ്ഞിരിക്കുന്നതും ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ചിലർക്ക് അവരെ കാണാൻ തടിച്ചിരിക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് അവർ മെലിഞ്ഞിരിക്കുന്നതാണ് കോൺഫിഡൻസ്. അപ്പോ അവരവരുടെ ഇഷ്ടത്തിന് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചില ആൾക്കാർ തടിച്ചിരിക്കുന്നതോ മെലിഞ്ഞിരിക്കുന്നതോ ചിലപ്പോൾ അവരുടെ ഹെൽത്ത് കണ്ടീഷനും കൊണ്ടായിരിക്കും. അത് ചിലപ്പോൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും. ഫുഡ് കഴിക്കുന്നതോ എക്സസൈസ് ചെയ്യുന്നതോ ഇതൊന്നും ആയിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരോട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവരിൽ ഉണ്ടാക്കുന്ന മുറിവ് വളരെ വലുതായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ അൺഇൻറ്റൻഷനലി ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്താടോ നന്നാവാത്തെ? ഇനി ഞാൻ എന്തുകൊണ്ട് മെലിഞ്ഞിരിക്കുന്നു? അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. മോക്ക് എന്ത് പറ്റി മോളെ, ഇങ്ങനെ ക്ഷീണിച്ചു പോയല്ലോ? വൈ ഷുഡ് ഐ ടെൽ യു ദിസ്? ഇതാ കുഴപ്പം, ഈ ആവശ്യമില്ലാത്ത ആകാംക്ഷ.